ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഇരിക്കുന്ന അവസരത്തിൽ ചില കാര്യങ്ങൾ മുൻകൂട്ടി ഈശോ ശിഷ്യരെ അറിയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് കറിയോത്ത ഈശോയെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന സംഭവമാണ്. എനിക്കിപ്പോഴും അത്ഭുതമാണ്. കാരണം 3 വർഷം കൂടെ നടന്നവൻ യേശുവിനിട്ട വില വെറും 30 വെള്ളിക്കാശാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ വില നോക്കുവാണെങ്കിൽ 5 പൗണ്ടിന് താഴെ വരത്തുള്ളൂ. എത്ര തന്നെ ആയാലും കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് അവനെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. പല കാരണങ്ങളുണ്ടായിരിക്കാം. എങ്കിലും കൂടെ നടന്ന് അവൻ്റെ ശ്വാസത്തിൻ്റെ ഗന്ധം പോലും അറിഞ്ഞവനാണ് യൂദാസ്. എന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റുള്ളവർ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം അവൻ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. യേശുവിന് അവനോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ അവരോട് പറയുന്നുണ്ട്, ഞാൻ ചുംബിക്കുന്ന ആരാണോ അവനെയാണ് നിങ്ങൾ പിടിക്കേണ്ടതെന്ന്. ചുംബനം കൊണ്ട് ചതിച്ചവൻ. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലും നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിലും ഇങ്ങനെ ചതിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചതിക്കുന്നവരുണ്ട്. നമ്മളും ഇതുപോലെയൊക്കെ പലരെയും ചതിച്ചിട്ടുണ്ടല്ലോ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. പണത്തിന് വേണ്ടിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിട്ടായിരിക്കാം, സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇന്ന് ഈശോ നമ്മോട് ചോദിക്കുന്നത്, നീ എനിക്കിട്ടിരിക്കുന്ന വില എത്രയാണ്? യൂദാസ് കറിയോത്ത 30 വെള്ളിക്കാശിനാണെങ്കിൽ നീ എനിക്കിന്നിട്ടിരിക്കുന്ന വില എത്രയാണ്? ഈ വിശുദ്ധ വാരത്തിൽ ഈശോ നമ്മോട് ചോദിക്കുന്നതും അത് തന്നെയാണ്. നീ എനിക്കൊരു വില ഇട്ടിട്ടുണ്ട്, ആ വില എത്രയാണ്? പത്രോസും ഈശോയെ ഒറ്റിക്കൊടുക്കുന്നുണ്ടല്ലോ. അത് ഈശോ മുൻകൂട്ടി പറയുന്നുണ്ട്. യേശു മുൻകൂട്ടി പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അവസരങ്ങൾ നൽകുകയാണ്. തെറ്റ് ചെയ്താലും അതിൽ നിന്നും തിരുത്തി, ചെയ്ത തെറ്റിൽ നിന്നുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് മുൻപോട്ട് പോകുമ്പോൾ മാറ്റങ്ങളുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് മുൻകൂട്ടി കാര്യങ്ങൾ നമ്മോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി പറയുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളൊരു വൈദികൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് അതിൽ വിഷമിച്ചിരിക്കരുത്. അബദ്ധം പറ്റി, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി അടുത്തുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. പറ്റിയ അബദ്ധത്തിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് വരിക. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, ഒരബദ്ധം പറ്റുമ്പോൾ, ഒരു പാപം ചെയ്യുമ്പോഴോ അതിൽ കുറ്റബോധത്തോടു കൂടി ആ സമയം പരമാവധി ചെലവഴിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ്. നമുക്കറിയാം, ഈശോ സാധാരണ ഒരു മനുഷ്യനെ പോലെ എല്ലാ പ്രഹരങ്ങളും ഏറ്റുകൊണ്ടാണ് കാൽവരി മല കയറുന്നത്. യേശുവിന് വേണ്ടി അത് ഒഴിവാക്കായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാനിതിലൂടെ കടന്നു പോകണം. ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വേദനകളിലൂടെ ഈശോ കടന്നുപോയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത്രയും വേദനകൾ സഹിച്ചുകൊണ്ട് കുരിശുമരണം വഹിക്കുമ്പോഴും അത് കഴിഞ്ഞൊരു ഉത്ഥാനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുദിന ജീവിതത്തിലെ നമ്മുടെ വേദനകൾക്ക് ഒരു ഉത്ഥാനമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു മോചനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്നേഹമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വിശുദ്ധവാര ചിന്തകളിൽ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു ചിന്ത, ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന വില എത്രമാത്രമാണ്? അത് ചതിയുടെ വിലയല്ല, ചതിയുടെ ഒരു ചുംബനമായിരിക്കരുത്, മറിച്ച് അവനെ സ്നേഹിക്കുന്നതിൻ്റെ ചുംബനമായി മാറട്ടെ. കാരണം അവൻ്റെ യഥാർത്ഥ ആയുധം സ്നേഹമായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച കുരിശാരാധന സമയത്ത് അവൻ്റെ കാൽപാദങ്ങളിൽ നമ്മൾ ചുംബിക്കുന്നുണ്ട്. ആ ചുംബനം സ്നേഹത്തിൻ്റെ ചുംബനമായിരിക്കട്ടെ. ഒപ്പം
അവന് നൽകുന്ന വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.